വളരെ വളരെ മനോഹരമായ ഒരു വീടും പറമ്പും നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ വീടും പറമ്പും ഞാനിപ്പോൾ വെച്ച് തരാം. അതിൻ്റെ അഡ്രസ്സും ഞാൻ പറഞ്ഞുതരാം. പാവപ്പെട്ട ജനങ്ങളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് നേരിട്ട് പോയിട്ട് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് നിങ്ങളുടെ സങ്കടം പറയാം. ഈ പറയുന്ന നമ്മുടെ വി.ഡി. സതീശൻ നല്ല മനുഷ്യനാണ്. അദ്ദേഹം ആര് പോയാലും സ്വീകരിക്കുന്ന, നമ്മുടെ സങ്കടം കേൾക്കുന്ന നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ട് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും പോവാം. അത്രയും നല്ലൊരു വീടിൻ്റെ വീടിൻ്റെ അഡ്രസ്സും ആ ഒരു വീടിൻ്റെ ചുറ്റുവട്ടവും ഞാനിപ്പോൾ വെച്ച് തരാം. നിങ്ങൾ ഓരോരുത്തരും കാണണം. അതിനു മുമ്പ് പൊന്നു പ്രേക്ഷകരോട് ഒരു കാര്യം പറയുകയാണ്. പൊന്നാര പ്രേക്ഷകരെ, വീഡിയോ കുറേ പേര് കാണുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹായിക്കുന്ന പോലെയാണ്. ഞങ്ങൾക്ക് നല്ല ഉപകാരമുണ്ട്. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എൻ്റെ ചാനൽ എന്നല്ല, എല്ലാവരുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, ഞാൻ വി.ഡി. സതീശൻ്റെ ആ ഒരു വീടിൻ്റെ ദൃശ്യം വെച്ച് തരാം. അതിനുശേഷം കുറേ വിഷയം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. പിണറായി വിജയൻ്റെ ഒരു വിഷയം വലിയ വിവാദമായിട്ടുണ്ട്. ആ ഒരു വീഡിയോ ദൃശ്യം കൂടി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വെച്ച് തരാം. ആദ്യം നമുക്ക് വി.ഡി. സതീശൻ്റെ വീടും പറമ്പും ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഹായ്, നമസ്കാരം. ഇപ്പം നിൽക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറിൻ്റെ വീടിൻ്റെ മുന്നിലാണ്. ആലുവ പറവൂരാണ് അദ്ദേഹത്തിൻ്റെ വീട്. ദേവരാഗം. അഡ്വക്കേറ്റ് വി.ഡി. സതീശൻ MLA. ഹൗസ് നമ്പർ. അടിപൊളിയാണ് കാണാൻ. നല്ല അടിപൊളി വീട് കേട്ടോ. നല്ല ഓടൊക്കെ പതിച്ച് ഒരു ട്രഡീഷണൽ ഹോമാണ്. ഫ്രണ്ടിൽ തന്നെ നല്ലൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാണ്. മുറ്റത്ത് അടിപൊളി മാവ്, ഗാർഡനൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വിശാലമായൊരു വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനും ഫങ്ഷനൊക്കെ നടക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇലക്ഷൻ നിൽക്കുന്ന ആ സമയത്തുണ്ടായിരുന്ന ആ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഫ്ലക്സൊക്കെ. നല്ല ഒരു ചെന്തെങ്ങിൻ്റെ, ഇതിപ്പോൾ ഓഫീസും കൂടി ആയിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീടും ഓഫീസും കൂടിയാണ്. അപ്പോൾ നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസത്തെ ഒരു ആഗ്രഹമാണ്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കാലത്ത് തന്നെ ട്രെയിൻ കയറി അവിടുന്ന് നേരെ ആലുവ വന്നിറങ്ങി, ആലുവ KSRTC-ന്ന് പറവൂർ വന്നിറങ്ങിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ചെറിയൊരു ലൈറ്റായിട്ടൊരു മഴയുണ്ട് ഇന്നത്തെ ഒരു അന്തരീക്ഷം. അപ്പോൾ ഇത് ഓഫീസും കൂടിയായിട്ടാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീടും. ഓക്കെ, ഇതാണ് നമ്മുടെ വി.ഡി. സതീശൻ്റെ വീട്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സങ്കടം പറയാനുണ്ടെങ്കിൽ വി.ഡി. സതീശൻ്റെ വീട്ടിലേക്ക് പോയാൽ മതി. അദ്ദേഹം നല്ല മനുഷ്യനാണ്, നമ്മളെ കേൾക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് ആരും പേടിക്കണ്ട. പിണറായി വിജയനെ പോലെ ആട്ടി ഓടിക്കത്തൊന്നുമില്ല. ഉറപ്പായിട്ടും നിങ്ങളുടെ സങ്കടം അദ്ദേഹം കേൾക്കും. ഓക്കെ, നമ്മുടെ ഒരു വീഡിയോ ദൃശ്യം കൂടി വന്നിട്ടുണ്ട്. വന്ദേ മാതരം. ഇന്നലെ ആ ഒരു പാട്ട് വലിയ വിവാദമാണ്. അതിന്റെ സത്യാവസ്ഥ നിങ്ങളൊന്ന് അറിയണം. ഓക്കെ, സത്യപ്രതിജ്ഞാ ചടങ്ങിനിടയിൽ വന്ദേ മാതരം ആലപിച്ചതിലെ ചില വരികൾ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ കേൾക്കാതിരുന്നത് ഇന്ന് നമ്മൾ കേട്ടു. ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കൂ. അപ്പോൾ വന്ദേ മാതരത്തിന്റെ അവസാനത്തെ വരികളാണ്. നമുക്കറിയാം, നമ്മുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് അത് എഴുതിയത്. 6 ചരണങ്ങൾ, 6 സ്റ്റാൻസാസ് ഉള്ളതിൽ അതിന്റെ ആദ്യത്തെ 2 സ്റ്റാൻസാസ്, 2 ചരണങ്ങൾ മാത്രമാണ് നമ്മൾ ദേശീയ ഗീതമായി ഒഫീഷ്യലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ബാക്കിയുള്ള ചരണങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സംഘപരിവാറുകാർക്കും RSSകാർക്കൊക്കെയാണ്. അതിന്റെ കാരണം എന്താണ്? അത് വായിച്ചു നോക്കുമ്പോൾ അറിയാം. ഇപ്പൊ കേട്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് ഒരു മതവിഭാഗത്തിന് മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ്. ഇന്ത്യ ഒരു സെക്കുലർ സ്റ്റേറ്റ് ആയതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ മാറ്റി വെച്ചത്. അത് 1 മിനിറ്റിനുള്ളിൽ ഇത് പാടി തീർക്കണമെന്നാണ്.
പക്ഷേ ഇന്ന് 1 മിനിറ്റിൽ കൂടുതൽ കേട്ടു. രാഹുൽ ഗാന്ധി വായും പൊളിച്ച് നിൽക്കുന്നത് നമ്മൾ കേട്ടു. അതോടൊപ്പം തന്നെ പണക്കാട് തങ്ങൾ നിൽക്കുന്നത് കേട്ടു. എല്ലാ ആൾക്കാരും നിൽക്കുന്നത് കേട്ടു. അപ്പോൾ ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് ഇതിനെ എതിർക്കണമായിരുന്നു. അത് ആദ്യമേ തന്നെ തമിഴ്നാട്ടിലൊക്കെ സംഭവിച്ച സമയത്ത് തന്നെ UDF ഗവൺമെന്റ് അങ്ങോട്ട് പറയണമായിരുന്നു. എന്താണ്, നമുക്ക് പൂർണ്ണമായിട്ടും അത് ഇടേണ്ട ആവശ്യമില്ല, ഗവർണർ ഭവനോട് പറഞ്ഞാൽ മതിയായിരുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങൾ നോക്കൂ, കേരളത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ വന്ദേ മാതരം അതിന്റെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വരികൾ ഉൾപ്പെടെ മുഴുവൻ എവിടെയെങ്കിലും പാടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. വി ശിവൻകുട്ടി അടക്കം നമ്മുടെ ലോക് ഭവനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ആൾക്കാരന് അവിടെ തിരികൊളുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അവിടെ ഈ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട പ്രശ്നമൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇനിയുള്ള വർഷം, ഇനിയുള്ള കാലം എങ്ങനെയായിരിക്കും കേരളത്തിൽ സംഘപരിവാറുമായി ഈ ഗവൺമെന്റ് ഏറ്റുമുട്ടുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം. കഴിഞ്ഞ 10 വർഷമായി കേൾക്കാത്ത പല കാര്യങ്ങളും കേട്ടു തുടങ്ങി എന്നതും ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ഇതിനെ വലിയ വിവാദമൊന്നും ആക്കണ്ട, ചിലപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയതായിരിക്കും. ഓക്കെ, ഇന്ന് നരേന്ദ്രമോദി വീണ്ടും നമുക്കിട്ടൊരു 8ന്റെ പണി തന്നിട്ടുണ്ട്. ഇന്ധന വില വീണ്ടും കൂട്ടിയിട്ടുണ്ട്. പൊന്നു നരേന്ദ്രമോദി, ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട മനുഷ്യർ എങ്ങനെയാണ് മിസ്റ്റർ നരേന്ദ്രമോദി ഇവിടെ ജീവിക്കുന്നത്? നിങ്ങൾ 5 മിനിറ്റിനും 10 മിനിറ്റിനും ഒരിക്കൽ പെട്രോളിനൊക്കെ ഇങ്ങനെ വില കൂട്ടിയാൽ എന്താണ്? വളരെ വളരെ മോശം നരേന്ദ്രമോദി. ഓക്കെ, ഈ വീഡിയോ ദൃശ്യം കൂടി നിങ്ങളൊന്ന് കാണണം. കാലിക്കുത്ത കല്ലും മുള്ളും കാലിക്കുത്തലും കാലിക്കുത്ത എന്ന ശരണം ഞാൻ വിളിച്ചിട്ടുണ്ട്. കല്ലും മുള്ളും കാലുക്കും മെത്ത, നമ്മുടെ കാലിനത് മെത്തയായി മാറും. അയ്യപ്പൻ നമ്മുടെ മനസ്സിൽ നിറയുമ്പോ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തവനും അറിയില്ല, മുഖ്യമന്ത്രിക്ക് അറിയില്ല. വായിച്ചപ്പോ എന്താ കല്ലും മുള്ളും കാലിക്കുത്താണ്. അതെന്ത് കുത്തയാണ്? ഇതിപ്പോ ഇട്ടാൽ ശരിയാകുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്കിതിപ്പം ഇടണം എന്ന് തോന്നി. കാരണം ഇപ്പം മുൻ മുഖ്യമന്ത്രി ആണല്ലോ. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഒന്ന് ചിരിക്കാം. സ്വന്തമായിട്ട് നമ്മുടെ കോമഡി കണ്ടിട്ട് നമ്മൾ തന്നെ ചിരിക്കാറില്ലേ? അപ്പം അങ്ങനെ ഒന്ന് ചിരിക്കാനുള്ളൊരു അവസരമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഈ കല്ലും മുള്ളും കാലുക്കും മെത്തേന്ന് പറയേണ്ടതിന് ഈ കുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ കുത്തയായി പോവില്ലേ എൻ്റെ മുൻ മുഖ്യമന്ത്രിയെ? കുത്ത എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ നായെന്നാണ് മിസ്റ്റർ പിണറായി വിജയൻ. എന്താണ്? ഓക്കെ, നിങ്ങൾ ഈ ഒരു വീഡിയോ ദൃശ്യം കൂടി കാണണം. ഒന്നും മറക്കാൻ പറ്റില്ല. 15/12/2023 ഈ നവകേരള സദസ്സിന്റെ പരിപാടിയുടെ ഭാഗമായി അന്നത്തെ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധം നടത്തിയ 2 പേർക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നും മറക്കാൻ പറ്റില്ല. അതിൽ ഇല്ലേ, നമ്മളതിൻ്റെ രാഷ്ട്രീയ പ്രതികാരത്തിനൊന്നും അല്ല പോകുന്നത്. ബഹുമാനപ്പെട്ട ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി നവംബർ 8, 2024 ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ് ഉത്തരവ്? അതൊരു അന്വേഷണം നടത്തണം, പുനരന്വേഷണം നടത്തണം. കാരണം ഇവർ പറഞ്ഞത് ഒരു തെളിവുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു, വീഡിയോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വീഡിയോ ഹാജരാക്കിയപ്പോൾ കോടതിക്ക് അത് ബോധ്യമായി. കാരണം മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല, ബോധ്യമായി. അപ്പോൾ കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ നടത്തണ്ടേ? അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. ഒന്നും മറക്കാൻ പറ്റില്ല. ഓക്കെ, അവർക്കൊക്കെ 8ന്റെ പണി. ഞാനൊരു കാര്യം പറയാം, ഇപ്പോൾ പിണറായി വിജയൻ തന്നെയാണ് ഇവിടെ മുഖ്യമന്ത്രി എന്നാണ് ഇവറ്റകൾ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആവുന്നത്. അതുകൊണ്ട് അവർക്കൊക്കെ 8ന്റെ പണി കിട്ടുന്നു എന്നാണ് കിട്ടുന്ന വിവരം. ഓക്കെ, അപ്പോൾ തൽക്കാലം അതിൻ്റെ ചെയ്യാൻ അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.